കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ പള്ളിയിൽ പറഞ്ഞു കേട്ടില്ലേ, പള്ളിയിലാണോ ധ്യാനത്തിലാണോ അറിയാൻ പാടില്ല, പൈസ അങ്ങോട്ട് കിട്ടുന്നില്ല, കളക്ഷൻ. ഒരു സങ്കട വാർത്തയാണ് ഇപ്പോൾ ജോഷിയച്ചൻ അറിയിച്ചത്. ജോഷിയച്ചൻ പറഞ്ഞായിരുന്നു 3000 പൗണ്ടോളം ചെലവുണ്ട്. സാധാരണഗതിയിൽ ധ്യാനഗുരുക്കന്മാർ പറഞ്ഞു കഴിയുമ്പോൾ അത് ഇരട്ടിയായിട്ടായിരുന്നു വരുന്നത്. പക്ഷേ ഈ തവണ 1793 പൗണ്ടേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കുറച്ച് സഹകരിക്കണം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക. നേർച്ചയിടാമെങ്കിൽ അല്പം കൂടെ നേർച്ചയിടാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക. താങ്ക് യു. അതിന് ദൈവത്തിനോട് പ്രാർത്ഥിച്ച കാര്യമില്ല, ദൈവത്തിന് പൈസ മനുഷ്യനെ വേണം. വാവ്, സൂപ്പർ, കിടിലൻ സാധനം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാര്? എടാ, ശിവലിംഗം അൾട്രാ പ്രോ മാക്സ്. ഓക്കെ, മാതാവിന്റെ രൂപം ഉണ്ടാക്കുവാണ്. ശരിക്കും ആ കലാകാരന്റെ കഴിവിനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ബൈബിളിൽ എവിടെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട് വിഗ്രഹങ്ങളെ ആരാധിക്കരുത്. പിന്നെ ഓക്കെ, ആ വ്യക്തിനെയാണല്ലോ നമ്മൾ കാണുന്നത്, ആ ഒരു കൺസെപ്റ്റിലാണ് ആ രൂപം ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നവരോട് ഇതൊക്കെ അത് തന്നെയല്ലേ? അപ്പോ ഹിന്ദുക്കൾ ഈ ചെയ്യുന്നത് തന്നെയല്ലേ, മുസ്ലിംസ് ഈ ചെയ്യുന്നത് തന്നെയല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുറ്റം പറയുന്നതിനാ? മണ്ണ് കുറച്ച് രൂപ അയക്കുമ്പോഴേക്കും ആൾക്കാരുടെ ഭക്തി നോക്ക്. ഇതൊന്നും അല്ല കോമഡി. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ മൂവി ഉണ്ട്. അത് കണ്ടിട്ട് അതിനകത്ത് അഭിനയിച്ച ആള് ദൈവമാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാരുണ്ട് ഇപ്പോഴും കേരളത്തിൽ. ഞാൻ എഴുതിയ കമന്റ് വർഗീയതയല്ലെന്ന് ബുദ്ധിയുള്ളവർക്ക് വായിച്ചാൽ മനസ്സിലാവും. ഇസ്ലാം തീവ്രവാദവും വർഗീയതയും പഠിപ്പിക്കുന്നില്ല, സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം. ആരാണ് ഈ കമന്റ് ഇട്ടത്? മുഹമ്മദ് ഫായിസ്. അപ്പൊ മുഹമ്മദ് ഫായിസ് ഇട്ട് ആ കമന്റ് ഏതാണെന്ന് നമുക്ക് നോക്കണ്ടേ? ബുദ്ധിയുള്ളവർക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ് മുഹമ്മദ് ഫായിസ് പറയുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. Let me show you a game that everyone is talking about right now. Rush Hour. The game is perfect for relaxing and having fun. The game is simple. You watch a live traffic camera at a real crossroad and guess how many cars will pass in 30 seconds. It's perfect for relaxing and having fun. I always play it on the premium crypto platform OneWin. Let me show you how to play. First you need to sign up. It's quick and easy. Then you see the street where the camera is. At the place you can guess how busy the traffic will be. Now I guess the range of 10 to 12 cars. It's a premium place for people who like quality. You can find here clean design and fast support and easy crypto payments. So try it by yourself. Click the link in the pin comment and play with crypto and enjoy the game. ഇസ്ലാമിനും മുഹമ്മദ് നബിക്കും എതിരെ നിൽക്കുന്നവരെ കൈകാലുകൾ വെട്ടണം, ഇല്ലെങ്കിൽ കൊല്ലണം എന്ന നിയമം ഇന്ത്യയിൽ വന്നാൽ എല്ലാം റെഡിയാവും. ലോകം മുഴുവൻ ഇസ്ലാം ഭരിക്കും ഒരു നാൾ. ഇനി അധികം ടൈം ഇല്ല അതിന്. പിന്നെ എന്തോ അറബിൽ എന്തോ എഴുതി വെച്ചേക്കുന്നു. എന്നെ ഇങ്ങനെ കൈകാല് വെട്ടിയത് ഞാനിങ്ങനെ ഒരു മതബന്ധം നടത്തിയ ചോദ്യം ഇട്ടത് കൊണ്ടാണ്. ഇനി മേലിൽ ഈ വലത് കൈ കൊണ്ട് എഴുതരുത്, അതുപോലെ തന്നെ ഇടതുകാല് വെട്ടുന്നത് ഒരു വടികുത്തിപ്പോലും ഞാൻ നടക്കരുത് എന്നൊക്കെയുള്ള അവരുടെ പ്രാചീനമായിട്ടുള്ള നിയമസംഹിത അനുസരിച്ചിട്ടാണ്. എല്ലാ മുസ്ലിംസും തീവ്രവാദികളല്ല. ഇത് കേരളത്തിലുള്ള ചെറുക്കനാട്ടോ. ഇത് നമ്മുടെ കേരളത്തിൽ മലപ്പുറത്തുള്ളവനാന്ന് തോന്നുവൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവൻ ഈ കമന്റ് ഇട്ടിട്ട് ഇവൻ അടുത്ത കമന്റിൽ പറയുവാണ് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഞാൻ തീവ്രവാദമൊന്നും പറയുന്നില്ല. എന്താ അവൻ്റെ ആ ചിന്താഗതി ഒന്ന് ആലോചിക്കുക. അപ്പോൾ അവൻ്റെ ആ ഒരു ലെവൽ ഓഫ് തിങ്കിങ് ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. ഇത് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് എല്ലാ മുസ്ലിംസും തീവ്രവാദികളല്ല. ശരിയാണ്, നല്ല മനുഷ്യരുണ്ട് എല്ലായിടത്തും. ഇപ്പം ഞാൻ താമസിക്കുന്ന ഈ റൂം പോലും ഒരു മുസ്ലിമിൻ്റെ വാടക വീട്ടിലാണ്. അവരെന്തോരം സ്നേഹത്തിലാണ് എന്നോട് പെരുമാറുന്നതെന്ന് നിങ്ങൾക്ക് അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ എല്ലാ മുസ്ലിംസും തീവ്രവാദികളല്ല, അത് സത്യമാണ്. പക്ഷേ എല്ലാ തീവ്രവാദികളും ഒരു മുസ്ലിമാണ് എന്നതിനൊരു എക്സാമ്പിൾ അല്ലേ ഇത്? എൻ്റെ പേര് നോക്കിക്കേ, മുഹമ്മദ് ഫായിസ്. മുഹമ്മദ് നബിയുടെ ഒക്കെ പേരിട്ടിട്ട് അവൻ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേക്കും അവൻ ഈ ഇങ്ങനത്തെ പേരൊക്കെ ആണല്ലോ ഇടുന്നത്. ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ മത്തായി, ലൂക്ക, ജോൺ, യോഹന്നാൻ, അങ്ങനെയുള്ള പേരുകൾ. ഖുർആൻ എടുത്ത് അതിനകത്തുള്ള കുറേ പേരുകൾ അവന്മാർക്ക് ഇടും. എന്തോ വലിയ അനുഗ്രഹം കിട്ടിയവരാണ് ഈ പേരൊക്കെ ഇടുന്നത്. മകൻ നന്നായിട്ട് വളരും, മകൻ ആ ഒരു വിശുദ്ധന് അനുഗ്രഹം കിട്ടും. എന്തോ തേങ്ങ കിട്ടി അല്ലേ? ആൾക്കാർ എന്താണ് വേണ്ടതെന്ന് ആൾക്കാരുടെ ഇഷ്ടത്തിൽ തന്നെ തീരുമാനിക്കും. അതങ്ങനെയാണ്. അതിന് യാതൊരുവിധ മതത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. വഹാബി മൗദൂദികൾക്ക് പ്രവേശനമില്ല. നോ എൻട്രി ഫോർ വഹാബീസ് ആൻഡ് മൗദൂദീസ് എന്ന് വെച്ചാൽ ക്യാമറ വീഡിയോ ഉപയോഗം പാടില്ല. നോ ഫോട്ടോ ആൻഡ് വീഡിയോ. ക്യാമറ ഉപയോഗം പാടില്ല. എന്നിട്ട് ഈ ഫോട്ടോ എടുത്ത് വെച്ചേക്ക് അവന്മാര്. ഈ ഫോട്ടോ എടുത്തിട്ട് അവന്മാര് പോസ്റ്റ് ചെയ്ത് വെച്ചേക്ക്. ക്യാമറ വീഡിയോ ഒന്നും പാടില്ല. ഇതെന്താ സംഭവം എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല. പിന്നെ അറബിൽ എന്താ എഴുതി വെച്ചേക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം പ്ലീസ് പ്ലീസ് പ്ലീസ്. ഞാൻ ചെയ്യുന്നതല്ല, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുറേ കാട്ടായങ്ങളാണ്.
മുഖം മറക്കുകയാണ് എന്തിന്? തന്റെ മുഖമല്ല ഇപ്പൊ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തേക്കുന്നത്. ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നോർത്തിൽ പോയ സമയത്ത് രാജസ്ഥാനിൽ അവർക്കൊരു ദൈവമുണ്ട്, കാട്ടൂർ ശ്യാംജി. കാട്ടൂർ ശ്യാംജിനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ ബാംബു ബോയ്സിലെ മറ്റേ ആ മുളയാണ്ടവനില്ലേ, അതിനേക്കാൾ കോമഡിയാണ് ആ ദൈവത്തിനെ കാണാൻ. പക്ഷെ അതിനുവേണ്ടി ആൾക്കാർ എത്ര പേരാണെന്നറിയാം അവിടെ വരുന്നത്. നമുക്ക് അവിടെ പോയി ഒന്നും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ സീനാണ്. നിങ്ങൾ നോർത്ത് ഇന്ത്യൻസിന്റെ ഒക്കെ ഏതെങ്കിലും പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 90% ആൾക്കാരുടെ പ്രൊഫൈലിന്റെ മേളിൽ കാണും ജയ് കാട്ടൂർ ശ്യാംജി, ജയ് മകുൽമതി എന്നൊക്കെ പറയുന്ന പോലെ. ഈ ഐറ്റാണത്. മോനെ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സീനാണ്. ഈ മതത്തിൽപ്പെട്ടവർ ഇതായിരിക്കണമെന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല. നീ പിന്നെ എന്ത് പറയാ പറിച്ചു വെച്ചേക്കുന്ന സമയത്ത്? അതുകൊണ്ട് സത്യം ഹിജാബ് ധരിക്കാൻ കുട്ടിക്ക് അവകാശം കൊടുക്കില്ല എന്നുള്ളതാണോ? എന്താണ് സ്കൂൾ മാനേജ്മെന്റ് തീരുമാനം? നിലവിലെ തീരുമാനം മതേതരത്വ രാജ്യമാണ്, ഇവിടെ എല്ലാ കുട്ടികളും ഈക്വൽ ആണ്. നിനക്ക് എല്ലാ തൊലിയും കാണിക്കാം, മറ്റുള്ളവർ കാണിച്ചാൽ തൊലിക്കാൻ പാടില്ല. ഇതെന്തത്? എല്ലാവരും ഈക്വൽ ആണ്. ഒരു ഈക്വൽ ആയിട്ട് തന്നെ പഠിച്ചു. ആവശ്യമില്ല, അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമല്ല അത്. ഇത് ഈക്വൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഓരോ കുട്ടിക്കും ഒരു സ്റ്റാൻഡേർഡ് റൂളിന്റെ അകത്ത് ഒരിക്കലും ഇന്ന ആള് ഇന്ന ധരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന ആള് ഇത് ധരിക്കണം എന്നുള്ളത്, ഈ മതത്തിൽപ്പെട്ടവർ ഇത് ധരിക്കണമെന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല. ശരിക്കും പറയുന്നത് രണ്ട് സൈഡുണ്ട്. ഭരണഘടന വെച്ച് നോക്കുമ്പോൾ എസെൻഷ്യൽ ആയിട്ടുള്ള റിലീജിയസ് പ്രാക്ടീസ് ചില സ്കൂളുകൾക്കും മാനേജ്മെന്റ്സിനൊക്കെ ഫോളോ ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ ഈ സ്കൂളിൽ ചേരാൻ വരുന്ന കുട്ടികൾക്ക് അറിയാമല്ലോ ഇവിടെ ഇങ്ങനെയാണ് റൂളെന്ന്. പിന്നെ അവിടെ ചേർന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറയുന്ന പോലുള്ള വസ്ത്രധാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും സമ്മതിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അതുപോലെ സ്കൂളിൽ പോയി ചേരാതിരിക്കുക എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ കുറച്ച് ആഴത്തിൽ ഇതിനെപ്പറ്റി പഠിക്കണം, അല്ലെങ്കിൽ ഞാൻ ഏറിപ്പോവും. അടുത്ത് നോക്കട്ടെ. ആഹാ, അനുഗ്രഹിച്ച് തകർക്കാണ് ചേച്ചി. വാവ്, തുപ്പി തെറിപ്പിക്കാൻ അങ്ങോട്ട്. അല്ലാഹു അക്ബർ. സെൽഫ് ഡിഫൻസ് പഠിക്കാൻ നോക്കിയപ്പോ സെൽഫ് ഒഫൻസ് ആയിപ്പോയി. ഇജാതി വേണം. എന്തൊരു തോൽവിയടേ നീയൊക്കെ. വീണ് കഴിയുമ്പോഴേ അവനെ പൊക്കി എടുക്കേണ്ട അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ മരപ്പാടിനെയൊക്കെ എങ്ങനെ ആവണം എന്നാ ആലോചിക്കുന്നത്. അയ്യോ, കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് ഒരു പള്ളിയിൽ കിടന്ന് മരിച്ചിട്ട് ഒരൊറ്റ കുഞ്ഞാ കൊച്ചിനെ രക്ഷിച്ച് ആശുപത്രി കൊണ്ടുപോയില്ല, അത് അങ്ങനെ കിടന്ന് മരിച്ച്. ആ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ആ വീഡിയോനകത്ത് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്ട്രൈക്ക് കിട്ടും. അതാണ് ഞാൻ പിന്നെ അത് ആഡ് ചെയ്യാത്തത്. പന്നിയുടെ മൂത്രസഞ്ചി പൊട്ടിച്ച് എന്റെ മോനെ അതില് പന്നിയുടെ തന്നെ ചില ആന്തര അവയവങ്ങളും മറ്റും തള്ളി കയറ്റിയിട്ട് കെട്ടും, തുണി കൊണ്ടും മറ്റും കെട്ടും. അതാണ് അത് എന്താണ്? അതുകൊണ്ടാണ് ഫുട്ബോളിൽ കാറ്റടിക്കുന്ന ഭാഗത്തിന് ബ്ലാഡർ എന്ന് പേരിട്ടത്. ബ്ലാഡർ, എന്താ ബ്ലാഡറിന്റെ അർത്ഥം? മൂത്രസഞ്ചി. അമ്മന്റെ വിജയം. ഇത് കണ്ട് കൈയടിക്കാനും ഇത് കണ്ട് അല്ലെ ഈ പരിപാടിക്കൊക്കെ പോയിരിക്കുന്നവരുടെ ആ ഒരു ലെവൽ ഓഫ് തിങ്കിങ് എന്ന് ആലോചിക്ക്. മൂത്രസഞ്ചി സൂപ്പർ. ഈ ഒരു സ്റ്റൈൽ നോക്കിയാൽ കുളിക്കാൻ ഇഷ്ടമില്ലാത്ത ശൈത്താന്മാരൊക്കെ കുളിപ്പിക്കുക. അറച്ചി പെണ്ണ് ശൈത്താന്മാരാ പുള്ളിക്കുള്ള കസ്റ്റമേഴ്സ്. എല്ലാരും കുളിപ്പിക്കുക. പുളി വെള്ളത്തിൽ വീഴുമ്പോ എല്ലാരും വിറയ്ക്കും നോക്കി. അതിന്റെ ഒരു പവറേ. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? രണ്ട് തെറി പറയാന്ന് തോന്നിരിക്കും. അയ്യോ കോമഡി. നമുക്ക് ഞാനിപ്പം ഇപ്പൊ എത്രയാ 10-20 റിയാക്ഷൻ സീരീസ് ചെയ്ത് കഴിഞ്ഞു റിലീജിയസിന്റെ പേരിൽ. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കണ്ടിങ്ങനെ ചിരിച്ചു വിടുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായം പറയാനൊന്നും ഇല്ല. പിന്നെ വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഇത് കണ്ട് മാറുന്നവരുണ്ട്, സ്വന്തമായി ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇതെങ്കിലും കണ്ടിട്ട് ആൾക്കാർക്ക് തോന്നട്ടെ നിങ്ങൾ ഈ വിശ്വസിച്ച് കൂട്ടുന്ന, നിങ്ങൾ ഈ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ വെറും അന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ളത്. അടുത്ത നോക്കട്ടെ. ഈസ്റ്റർ നടക്കുന്ന സമയത്ത് നോർത്ത് ഇന്ത്യയിൽ ചിലവന്മാർ പള്ളിയിൽ കയറിയിട്ട് കാണിച്ചു കൂട്ടുന്ന കാട്ടായങ്ങളാണ് സമാധാനത്തിന്റെ ആൾക്കാർ. During their Easter celebration, over 24 extremists stormed the hall, brandishing weapons and shouting Jai Sri Ram, a Hindu nationalist slogan meaning Hail Lord Ram. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണെന്നാണ് ഇവറ്റുള്ള വിചാരം. ഞങ്ങൾ ഹിന്ദുക്കൾ ഭയങ്കര സമാധാനപ്രിയരാണ്,
accused the congregation of forced conversions and demanded Hindus leave. Despite the threats and chaos, the Christians remained remarkably calm. As the pastor shared, ചെറിയ പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്. അവൻ്റെയൊക്കെ ആ ഒരു സ്പിരിറ്റ് നോക്കണേ സാറേ. അല്ലേ, പഠിക്കാൻ വിടുന്ന സമയത്ത് പഠിക്കാൻ പോവാണ്ട് മതവും പറഞ്ഞ് കുണച്ചു നടക്കും. ഹായ് അണ്ണാ, എനിക്ക് അച്ഛനില്ല, അഭിനവ്. ഓ മുത്ത, നിനക്ക് അച്ഛനില്ല, നല്ല നല്ല വരട്ടെ. നീ ഇത് കണ്ട് ചിരിക്കുകയാണല്ലേ. ഈ പറഞ്ഞ നിങ്ങൾ ഇത് തന്നെയല്ലേ? ഇത് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യം തന്നെ പറഞ്ഞു. urgently praying for new place to gather and worship freely. നിങ്ങളും ഇതൊക്കെ തന്നെ. നിങ്ങളും ഇതൊക്കെ തന്നെയാണ്, ഒന്നും പറയാനൊന്നുമില്ല. എന്നിട്ടാണ് നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോ കൊണ്ട് കുലുങ്ങി ചിരിക്കുന്നത്. ഓടെ ഇറങ്ങി വന്നു. 2.5 വയസ്സുകാരിയായ ഈ കൊച്ചു കുഞ്ഞിന് ഇനി രജസ്വരിയാകുന്നത് വരെ അഥവാ മെൻസ്ട്രേറ്റ് ചെയ്യുന്നത് വരെ സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും കൂടെ താമസിക്കാൻ സാധിക്കില്ല. കാരണം അവൾ കാഠ്മണ്ഡുവിന്റെ കുമാരിയാണ്. മുൻ കുമാരിയായ എന്താണെന്നറിയാവോ ഈ സംഭവം? ഉടനെ റിയാക്ട് ചെയ്യാം. എന്തെല്ലാം അപരാധങ്ങളാ ബാക്കി കിടക്കുന്ന അറിയാമോ? എനിക്ക് സത്യം പറഞ്ഞാൽ മടുത്ത്. ഇതുപോലുള്ള കുറെ കാട്ടപരാധങ്ങളൊക്കെ ഉണ്ട്. സോഷ്യൽ മീഡിയ ഇത്രത്തോളം വളർന്നുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് യാത്രകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നോർത്തിലേക്കും വിദേശത്തേക്കൊക്കെ. ഇവിടെ ഇരുന്ന് കാണാം ഇതുപോലുള്ള അപരാധങ്ങളൊക്കെ. നല്ല കാര്യമല്ലേ? സോ സ്റ്റേ ട്യൂൺഡ്. ഇതിൻ്റെ ബാക്കി നമ്മൾ ഉടനെ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. സോ ബൈ ഫോർ നൗ.